കിലുക്കം. രചന സംഭാഷണം രുദ്രപ്രിയ. രാജേഷേ, രാജേഷേ. അകത്തേക്ക് നോക്കി ടീച്ചറമ്മ ഉറക്കെ വിളിച്ചു. അവനിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് കുളിക്കാൻ കയറിയതേ ഉള്ളൂ. നീ കയറിയിരിക്കും ഉണ്ണികൃഷ്ണ. അമ്മ ടീച്ചർ കസേര നീക്കിയിട്ട് കൊണ്ട് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ മടിച്ച് അകത്തേക്ക് കയറി. ആ പെങ്കൊച്ച് എന്തിനാ പുറത്ത് നിൽക്കുന്നത്? അതിനെ കൂടി അകത്തേക്ക് വിളിക്ക്. ടീച്ചർ പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ മോളെയും അകത്തേക്ക് വിളിച്ചു. അവളുടെ കാലം നനങ്ങുമ്പോൾ തന്നെ അവിടെ കൊലുസിൻ്റെ ഒച്ച ഉയർന്നു. അമ്മന് ടീച്ചർ അസ്വസ്ഥതയോടെ മുഖം തിരിച്ചു. ഈ കൊച്ച് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ടീച്ചർ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. ഈ വർഷം അവൾ 10ലാണ്. രാജേഷിൻ്റെ അടുത്ത് ട്യൂഷന് വിടാമെന്ന് കരുതി വന്നതാണ്. 10ാം ക്ലാസ്സിലെ കൊച്ചാണോ ഈ ചങ്ങല പോലെയുള്ള പാദസരവും അണിഞ്ഞ് നടക്കുന്നത്? ടീച്ചർ ഇഷ്ടക്കേടോടെ ഉണ്ണികൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി. മരിക്കുന്നതിന് മുമ്പ് അവളുടെ അമ്മയുടെ ആഗ്രഹത്തിന് വാങ്ങിക്കൊടുത്തതാണ്. അവൾക്കും വല്ലാത്ത മടിയായിരുന്നു ആദ്യമൊക്കെ ഇതിടാൻ. പക്ഷേ അവളുടെ അമ്മ അത്രയും ആഗ്രഹിച്ച് വാങ്ങിക്കൊടുത്തത് കൊണ്ട് എൻ്റെ കുഞ്ഞിപ്പോഴും അത് കാലിൽ നിന്നും മാറ്റാറില്ല. പറയുന്നതിൻ്റെ ഒപ്പം ഉണ്ണികൃഷ്ണൻ്റെ ഒച്ചയിടറി. ടീച്ചർ പെൺകുട്ടിയെ നോക്കുമ്പോൾ അവളുടെ വിടർന്ന കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഉരുണ്ട് കവിളിനെ നനച്ചു. ടീച്ചർ നോക്കുന്നത് കണ്ടപ്പോൾ അവൾ വേഗം മുഖം തിരിച്ചു. അപ്പോഴാണ് അവളുടെ മുടിയിലേക്ക് അവരുടെ നോട്ടം എത്തിയത്. പുറകിലേക്ക് മെടഞ്ഞിട്ടിരിക്കുന്ന ഇടുപ്പിന് താഴെയോളം ചുരുണ്ട് കിടക്കുന്ന മുടി. ഇത്രയും മുടി ഈ പരിസരത്തുള്ള ആരിലും അവർ കണ്ടിട്ടില്ല. ടീച്ചർക്ക് ആദ്യം തോന്നിയ വല്ലായ്മ മാറി അവിടെ വാത്സല്യം നിറഞ്ഞു. അമ്മയുടെ വിളി കേട്ടുകൊണ്ട് ഒരു കൈലിയും ടീഷർട്ടും ഇട്ട് തലയും തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന രാജേഷ് കാണുന്നത് പിന്തിരിഞ്ഞു നിന്ന് മുഖം തുടയ്ക്കുന്ന ഒരു പെൺകുട്ടിയെയാണ്. അവളുടെ മുടിയിലേക്ക് തന്നെയാണ് അവൻ്റെ നോട്ടവും ആദ്യം എത്തി നിന്നത്. ആഹാ, നീ എത്തിയോ? ഇത് ഉണ്ണികൃഷ്ണൻ, അത് മോളാണ്. നിൻ്റെ അടുത്ത് ട്യൂഷൻ പഠിക്കാൻ വിടാൻ വന്നതാണ്. എന്താ ഉണ്ണി മോളുടെ പേര്? രചന. ഉണ്ണികൃഷ്ണൻ പറഞ്ഞതും അവൾ നോക്കിയതും ഒരുമിച്ചായിരുന്നു. വിതുമ്പിയ ചുണ്ടും സ്വതവേ വീർത്ത കണ്ണുകൾ ഇപ്പോൾ കരഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ലോണം ചുവന്നു പോയിട്ടുണ്ട്. മോളിരിക്ക്, ടീച്ചർ വാത്സല്യത്തോടെ പറഞ്ഞു. രാജേഷിൻ്റെ നോട്ടം അവളിൽ നിന്നും മാറി അമ്മയിലേക്കായി. അല്ല ഉണ്ണി, ആ ട്യൂഷൻ സെൻറ്ററിൽ വിടാത്തതെന്താ? അതല്ലേ സൗകര്യം. ഇവനിപ്പോൾ വീട്ടിൽ ട്യൂഷൻ ഇല്ല. ടീച്ചർ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു. അയ്യോ ടീച്ചറെ, ട്യൂഷൻ ഇല്ലായിരുന്നു. എല്ലാം അവളുടെ അമ്മ തന്നെയാണ് നോക്കിയിരുന്നത്. പെട്ടെന്നുള്ള അവളുടെ അമ്മയുടെ മരണം മോളെ ആകെ തളർത്തിക്കളഞ്ഞു. കഴിഞ്ഞ 1 വർഷം ക്ലാസ് പോലും നഷ്ടമായി. അമ്മയും മോളുമായിരുന്നു കൂട്ട്. ഞാൻ രാവിലെ കടയിൽ പോയാൽ പിന്നെ വരുന്നത് പാതിരാത്രിയാണ്. അതുവരെ അവർ രണ്ടും കൂടിയാണ്. ന്യൂമോണിയയായിരുന്നു. ഒന്നും അറിഞ്ഞില്ല, വച്ചുകൊണ്ടിരുന്നു. ഒടുവിലെല്ലാം കൈവിട്ട് പോയി. അവൾ ആരോടും മിണ്ടാട്ടമില്ല. മുറിയിൽ നിന്നും പുറത്ത് വരില്ല. അങ്ങനെ എത്ര മാസങ്ങൾ. ഒടുവിൽ ഡിപ്രഷനായി. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് സ്കൂളിൽ പോയി. ഒരുപാട് നൂലാമാലകൾ കഴിഞ്ഞിട്ടാണിപ്പോൾ. ഞാൻ ആദ്യം ട്യൂഷൻ സെൻറ്ററിൽ വിടാനാണ് നോക്കിയത്. പക്ഷേ അപ്പോൾ അവൾക്ക് മടി. പിന്നെ ബേക്കറിയിൽ വന്നൊരാൾ പറഞ്ഞു രാജേഷ് ട്യൂഷൻ എടുക്കുമെന്ന്. ഉപേക്ഷ വിചാരിക്കരുത് ടീച്ചറെ, എനിക്ക് വിശ്വസിക്കേൽപ്പിക്കാൻ വേറെ ഇടമില്ല. രാജേഷിൻ്റെ നോട്ടം മുഴുവൻ കുനിഞ്ഞിരിക്കുന്നവളിലായിരുന്നു. ഉണ്ണി, മോൾക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? അവളുടെ കാര്യങ്ങൾ മുഴുവനും കുഞ്ഞിലേ വൈകിയാണ്. സംസാരിച്ചതും നടന്നതുമെല്ലാം പതിയെ. അതുകൊണ്ട് തന്നെ അവളെ സ്കൂളിൽ ചേർത്തതും വൈകിയാണ്. ഇപ്പോൾ 17 കഴിഞ്ഞു. 2-3 മാസം കൂടി കഴിയുമ്പോൾ 18 തികയും. അല്ല, രാജേഷ് ഒന്നും പറഞ്ഞില്ല. രാജേഷ് അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് വരാൻ എപ്പോഴാണ് ഉണ്ണി സൗകര്യം? രാജേഷിന് ആഴ്ചയിൽ 2 ദിവസം സെൻറ്ററിൽ പോകണം. എന്നും വൈകുന്നേരം 4 മുതൽ 7 വരെയും ക്ലാസ് ഉണ്ട്, ടീച്ചർ പറഞ്ഞു. ഒഴിവുള്ള ദിവസങ്ങളിലും വൈകുന്നേരം 7 മണിക്ക് ശേഷം 1 മണിക്കൂറാണെങ്കിലും മതി. അത് ബുദ്ധിമുട്ടാകുമോ? ഞാനിപ്പോൾ 8 മണി കഴിയുമ്പോൾ ബേക്കറി അടയ്ക്കും. വരുന്ന വഴി മോളെ കൂട്ടാം. രാജേഷിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഉണ്ണി പറഞ്ഞു നിർത്തി. ഞാൻ എടുക്കാം. നാളെ എനിക്ക് സെൻറ്ററില്ല. രാവിലെ രചന വന്നോട്ടെ. പറഞ്ഞുകൊണ്ട് രാജേഷ് എഴുന്നേറ്റ് അകത്തേക്ക് പോയി. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഉണ്ണി എണീറ്റതും തൊട്ട് പിന്നാലെ അച്ഛൻ്റെ കൈകോർത്ത് പിടിച്ച് അവളും എഴുന്നേറ്റു. 2 പേരും പോയി കഴിഞ്ഞതും നെടുവീർപ്പോടെ അമ്മ അടുക്കളയിൽ പോയി. വേഷം മാറി രാജേഷ് പുറത്തേക്കിറങ്ങി. ഇടയ്ക്ക് പതിവുള്ളതാണ് കൂട്ടുകാരുടെ ഒപ്പം അമ്പലമുറ്റത്ത് അല്പനേരം ഈ ഇരുത്തവും പറച്ചിലും. ഇന്ന് പതിവിന് വിപരീതമായി രാജേഷ് മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ അരുൺ അവനോട് കാര്യം തിരക്കി. എന്താടാ മുഖം വല്ലാതിരിക്കുന്നേ? കാര്യമായിട്ടെന്തോ ഉണ്ടല്ലോ. രാജേഷ് എല്ലാം അവനോട് പറഞ്ഞു. ഇതാണോ കാര്യം? നിനക്ക് താല്പര്യമില്ലെങ്കിൽ അത് അവരോട് പറഞ്ഞാൽ പോരെ? പറ്റില്ലെന്ന് പറയണം. ഇതെല്ലാം ഏറ്റിട്ട് വന്നിട്ട് ഇതുപോലെ ഇരുന്നാൽ മതിയല്ലോ.
അരുൺ ദേഷ്യപ്പെട്ടു. എടാ അതല്ല, രാജേഷ് ഗൗരവത്തിൽ പറഞ്ഞു. ഏതല്ലെന്ന്? എടാ അത് അവളാണ്, ഞാൻ പറയാറുള്ള ആ പെൺകുട്ടിയില്ലേ? രാജേഷ് പറഞ്ഞു നിർത്തി. ഏത് പെൺകുട്ടി? നിന്റെ ആ നീളം മുടിയും ഉണ്ടക്കണ്ണും ശാലീല സൗന്ദര്യമോ? കനപ്പിച്ചൊരു മൂളലിൽ രാജേഷ് മറുപടി ഒതുക്കി. ഈശ്വര, മുട്ടയിൽ നിന്നും വിരിയാത്ത കൊച്ചിനെയാണോ നീ പ്രേമിച്ചത്? അരുണ് അമ്പരപ്പോടു കൂടിയാണ് ചോദിച്ചത്. എടാ പതുക്കെ, ഞാൻ അറിഞ്ഞു. കൊച്ചിൻ്റെ വളർച്ച കണ്ടപ്പോൾ എന്ത് വളർച്ച, മിണ്ടാതിരുന്നോ? അല്ല, അവൾക്ക് എത്ര വയസ്സുണ്ട്? അരുൺ ചോദിക്കുമ്പോൾ നിന്നോട് പറഞ്ഞ എന്നെ വേണം തല്ലാൻ. രാജേഷ് ബൈക്കും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയി. വീടെത്തുമ്പോൾ വൈകി. അമ്മ കഴിക്കാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ, എനിക്കെന്തോ ആ കൊച്ചിനെ ഏറ്റെടുക്കേണ്ട എന്നൊരു തോന്നൽ. തൻ്റെ ബുദ്ധിമുട്ട് മറച്ചുകൊണ്ട് രാജേഷ് പറഞ്ഞു. അതെന്താ കണ്ണ പെട്ടെന്നിങ്ങനെ ഒരു തോന്നൽ? അതല്ലമ്മ, പാവമാടാ, അമ്മ ഇല്ലാത്ത മോളാണ്. അമ്മയുടെ കാര്യം പറയുമ്പോൾ തന്നെ കരയുന്നു. എനിക്കെന്തോ ആ കൊച്ചിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു. പഠിക്കുന്ന കൊച്ചാണെന്ന് ഞാൻ നമ്മുടെ സരളയോട് വിളിച്ച് തിരക്കി. ആഹാ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞോ? നീ ഇനി മുടക്ക് പറയണ്ട. അന്ന് രാത്രിയിൽ രാജേഷിന് കിടന്നിട്ട് ഉറക്കം വന്നില്ല. ആദ്യമായി കണ്ട് ഇഷ്ടം തോന്നിയ പെണ്ണ്. അന്ന് ദൂരത്തു നിന്ന് കണ്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് എപ്പോഴൊക്കെയോ ആ ഇഷ്ടം വളർന്നു. കുറച്ചുനാൾ കണ്ടതേയില്ല, പക്ഷേ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ വീണ്ടും കണ്ടപ്പോൾ ഈശ്വര, ഇതൊരു വല്ലാത്ത സമസ്യയായല്ലോ. നീ എന്താ കണ്ണ ആലോചിക്കുന്നത്? ആ മോളൊരു പാവമാണ്. അതല്ലമ്മ, കൂടുതൽ ആലോചിക്കാതെ കിടന്നുറങ്ങാൻ നോക്കടാ. എന്തായാലും വരുന്നത് പോലെ വരട്ടെ. രാവിലെ കൃത്യം 7 മണിക്ക് തന്നെ രചന ക്ലാസ്സിന് വന്നു. അതറിയാനുമുണ്ടായിരുന്നു. പുറത്തവളുടെ പാദസരത്തിൻ്റെ ഒച്ച അമ്മയെപ്പോലെ തന്നെ രാജേഷൻ തിരിച്ചറിഞ്ഞു. ഉണ്ണിയുടെ പിന്നിലായി മറഞ്ഞു നിൽക്കുന്നു. ഇന്ന് ഞാൻ കൂടെ വന്നെന്ന് കരുതി നാളെ മുതൽ തനിയെ വന്നേക്കണം. ഉണ്ണി രചനയോട് പറഞ്ഞു. മോള് കയറി വാ. ടീച്ചർ അകത്തേക്ക് ക്ഷണിച്ചു. രചന വേഗം അകത്തേക്ക് കയറി. വീട്ടിലെത്തിയിട്ട് അച്ഛനെ വിളിച്ച് പറയണേ രച്ചു. കണ്ണ, മോളെ എവിടെയാ ഇരുത്തുന്നേ? ഹാളിൽ സൗകര്യം കുറവാണ്. ഞാൻ റൂമിലെ സ്റ്റഡി ടേബിളിൽ ഇരുത്താം അമ്മേ. രചനയ്ക്ക് ഏതൊക്കെ വിഷയമാണ് പാടായി തോന്നുന്നത്? അത് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാം. എനിക്ക് മാത്സ് പാടാണ്, പിന്നെ ഹിന്ദിയും. അവളുടെ അത്രയും പതിഞ്ഞ ഒച്ച രാജേഷ് അറിയാതെ നോക്കിപ്പോയി. അന്നത്തെ ദിവസം വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി. പിന്നെ ദിവസങ്ങൾ വേഗം കടന്നുപോയി. ഇപ്പോൾ ആദ്യമുണ്ടായിരുന്ന പരിഭ്രമം മാറി. അതിന് കാരണം ടീച്ചറമ്മയാണ്. രാജേഷിനും ഇപ്പോൾ ഇടയ്ക്കുള്ള ദിവസം അവളെ കാണാതിരിക്കുമ്പോൾ എന്തോ വിമ്മിഷ്ടം. വീട്ടിലെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അന്ന് അവൾക്കായി അമ്മ കരുതി വയ്ക്കും. ഇടയ്ക്ക് വൈകുന്നേരം രാജേഷ് സെൻട്രലിൽ നിന്നും വരാൻ വൈകുമ്പോൾ അമ്മയോടൊപ്പം കിച്ചണിലായിരിക്കും പെണ്ണ്, സഹായിച്ചും കൊണ്ട്. ഇടയ്ക്ക് അവളുടെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അവൾക്ക് നല്ല മാറ്റമുണ്ടെന്ന്. വൈകുന്നേരം ട്യൂഷന് ചെല്ലുമ്പോൾ പതിവില്ലാതെ ആരൊക്കെയോ വിരുന്നുകാരുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്ന് കോളിംഗ് ബെൽ മുഴക്കി. ഇതാരാ കോളിംഗ് ബെൽ മുഴക്കുന്നതെന്ന് കരുതി ടീച്ചർ പുറത്തേക്ക് വരുമ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന രചനയെ കണ്ടത്. ആഹാ, രച്ചു ആണോ? എന്താ മോളെ പതിവില്ലാതെ കോളിംഗ് ബെല്ലടിച്ച് കാത്തു നിൽക്കുന്നത്? മോള് കയറി വാ. അവൾ അകത്തേക്ക് കയറിയതും ചുറ്റും ആരെയൊക്കെയോ തിരയുന്നു. അതിഥികളുണ്ടല്ലോ ടീച്ചറമ്മേ. ആരാ? അതോ, എൻ്റെ ആങ്ങളെയും മോളും ആണ്. കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട്. ആരാ അമ്മായി? ചോദിച്ചുകൊണ്ടൊരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നു. കണ്ടാൽ രച്ചുവിൻ്റെ പകുതി പോലുമില്ല, നിറവും കുറവ്. വന്ന പെൺകുട്ടി രചനയെ കണ്ടപ്പോൾ കണ്ണും തള്ളി നിന്നു. ആരാ അമ്മായി ഇത്? രചനയിൽ നിന്നും കണ്ണെടുക്കാതെ അവൾ ചോദിച്ചു. കണ്ണൻ്റെ സ്റ്റുഡൻ്റാണ് രചന. അതിന് കണ്ണേട്ടൻ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നില്ലല്ലോ. ആ പെൺകുട്ടിക്ക് പിന്നെയും സംശയം. വീട്ടിൽ ട്യൂഷൻ എടുക്കില്ല, പക്ഷേ രച്ചുവിന് മാത്രം ക്ലാസ് ഉണ്ട്. അവളുടെ ചോദ്യവും മുഖഭാവവും ഒക്കെ രച്ചുവും കാണുന്നുണ്ടായിരുന്നു. അവൾക്കെന്തോ വല്ലായ്മ തോന്നി. മോളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് പുഷ്പ, എൻ്റെ ഏട്ടൻ്റെ മോളാണ്. രച്ചു അവളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവളുടെ മുഖം വീർത്ത് കെട്ടി തന്നെ ഇരുന്നു. അപ്പോഴേക്കും രാജേഷ് സെൻറ്ററിൽ നിന്നും എത്തിയിരുന്നു. നീ എപ്പോൾ വന്നടി? കണ്ടപ്പോൾ തന്നെ അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് രാജേഷ് ചോദിച്ചു. അപ്പോഴേക്കും അവൾ മുഖം വീർപ്പിച്ചു. കണ്ണേട്ടന് ഞങ്ങളെയൊക്കെ അറിയാമോ? ഇപ്പോൾ വീട്ടിലെ ട്യൂഷനും കൂടിയായപ്പോൾ തിരക്കൊഴിയാൻ സമയം കാണില്ല. രച്ചുവിനെ നോക്കുമ്പോഴുള്ള അവളുടെ കണ്ണിലെ കുശുമ്പ് ടീച്ചറമ്മയും രാജേഷും വ്യക്തമായി കണ്ടു. രാജേഷ് പോയതിൻ്റെ പിന്നാലെ തന്നെ രച്ചു റൂമിലേക്ക് കയറി പോകുന്നത് കണ്ടപ്പോൾ അവളുടെ മുഖം കുറച്ചുകൂടി ഉയർന്നു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ടീച്ചറമ്മ അടുക്കളയിലേക്ക് പോയപ്പോൾ തൊട്ട് പിന്നാലെ തന്നെ ചാടി തുള്ളിക്കൊണ്ട് പുഷ്പയും എത്തി. അന്നത്തെ വിഷയങ്ങൾ ഓരോന്നായി രച്ചുവിന് പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ രാജേഷ് ശ്രദ്ധിച്ചു അവളുടെ തിളക്കമില്ലാത്ത മുഖം. പുഷ്പ ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണുമോ എന്ന് രാജേഷ് കരുതി. അവനവളുടെ അടുത്തേക്ക് കസേര അല്പം ചേർത്തിട്ടു. രച്ചു, എന്താ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? സുഖമില്ലേ? അവൻ ചോദിക്കുമ്പോൾ പെണ്ണ് മുഖമുയർത്തി അവനെ നോക്കി.
ഒന്നുമില്ല. വല്ലാതെ പതിഞ്ഞുപോയ ഒച്ചയിൽ അവൾ മറുപടി പറഞ്ഞു. എന്തെങ്കിലും സങ്കടമുണ്ടോ നിനക്ക്? ഞാൻ അമ്മയെ വിളിക്കണോ? രാജേഷിന് വെപ്രാളമായി. അവൻ പിന്നെയും ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ വേണ്ടെന്ന് മറുപടി പറഞ്ഞു. ഇനി ഒരാഴ്ച കൂടിയേ ഉള്ളൂ രചനയുടെ എക്സാമിന്. അവളിപ്പോൾ നന്നായി പഠിക്കും. ക്ലാസ് ഫസ്റ്റാണ്. ഇടയ്ക്ക് ഉണ്ണി ടീച്ചറെ കാണാൻ വന്നു. മോൾക്കിപ്പോൾ നല്ല മാറ്റമുണ്ട് ടീച്ചറെ. ടീച്ചറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. വളരെ സന്തോഷത്തോടുകൂടി രാജേഷിനെയും കണ്ട് സംസാരിച്ചിട്ടാണ് ഉണ്ണി വീട്ടിലേക്ക് പോയത്. ഇന്നാണ് രച്ചുവിന് എക്സാം തുടങ്ങുന്നത്. പഠിച്ചു മാറ്റിയത് ഒക്കെ റിവിഷൻ ചെയ്യുന്ന തിരക്കിലാണ്. സംശയമുള്ളതൊക്കെ രാജേഷിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ അവനോട് ഇടപഴകാനും അവൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എക്സാമുകളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും അവൾ ആ പഴയ അവസ്ഥയിലേക്ക് പോകുമോ എന്ന് ഉണ്ണിക്ക് വല്ലാത്ത ഭയം തോന്നി തുടങ്ങി. അതുകൊണ്ട് തന്നെ വീട്ടിൽ വെറുതെ ഇരിക്കാൻ അനുവദിക്കാതെ അടുത്തുള്ള കവലയിലെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ കമ്പ്യൂട്ടർ കോഴ്സിനായി അഡ്മിഷൻ എടുത്തു. രാവിലെ 10 മണിയാകുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒതുക്കി അവൾ നേരെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകും. 2 മാസം വളരെ വേഗത്തിൽ കഴിഞ്ഞുപോയി. ഇന്നാണ് രച്ചുവിൻ്റെ റിസൾട്ട് വരുന്നത്. രാവിലെ മുതൽ അതിൻ്റെ ടെൻഷൻ നല്ലവണ്ണം ഉണ്ടവൾക്ക്. ഉണ്ണിക്കും ചെറുതല്ലാത്ത ടെൻഷനുണ്ട്. പക്ഷേ രച്ചുവിൻ്റെ വീട്ടിൽ തനിച്ചാക്കാൻ വയ്യ. അതുകൊണ്ട് തലേ ദിവസം തന്നെ ടീച്ചറെ കണ്ട് സംസാരിച്ച് അവളെ രാവിലെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിട്ടു. സെൻറ്ററിലെ കുട്ടികളുടെ റിസൾട്ട് നോക്കുന്നതിനേക്കാൾ ധൃതിയായിരുന്നു രാജേഷിന് രച്ചുവിൻ്റെ റിസൾട്ട് അറിയാൻ. റിസൾട്ട് അറിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ വിടർന്നു പോയി. ഫുൾ A+ ആണ് എല്ലാത്തിനും. ആ സന്തോഷം പറയുന്നതിന് വേണ്ടി മധുരവും വാങ്ങി അവൻ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു. രാജേഷിനെ കണ്ടപ്പോൾ തന്നെ പെണ്ണിൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അവളുടെ പരിഭ്രമം മനസ്സിലാക്കിയതുകൊണ്ട് കൂടുതൽ നേരം അവളെ ബുദ്ധിമുട്ടിക്കാതെ രമേശൻ റിസൾട്ട് പറഞ്ഞു മധുരവും വിളമ്പി. സത്യം പറഞ്ഞാൽ ടീച്ചറമ്മയെ കെട്ടിപ്പിടിച്ച് രച്ചു കരച്ചിലായിരുന്നു. എന്തായാലും ഈ സന്തോഷത്തിന് അല്പം മധുരമുണ്ടാക്കാം. ടീച്ചറമ്മ അകത്തേക്ക് പോയി. അമ്മ അകത്തേക്ക് പോയെന്ന് കണ്ടതും രാജേഷ് രച്ചുവിൻ്റെ അടുത്തേക്ക് വന്നു. എടോ, ഞാനാണ് തന്നെ ട്യൂഷൻ പഠിപ്പിച്ചത്. എന്നിട്ട് എനിക്കൊരു താങ്ക്സ് പോലും ഇല്ലേ രച്ചു? താങ്ക്സ് കണ്ണേട്ടാ പറഞ്ഞുകൊണ്ട് പെണ്ണ് വേഗം ടീച്ചറിൻ്റെ പിന്നാലെ അടുക്കളയിലേക്ക് പോയി. രാജേഷ് ചിരിയോടെ റൂമിലേക്കും. ഇനിയും നീ ഇങ്ങനെ ഒഴിഞ്ഞുമാറി നടന്നാൽ ശരിയാവില്ല കണ്ണ. ഇന്നെങ്കിലും ഏട്ടൻ വരുമ്പോൾ എനിക്കൊരു തീരുമാനം പറയണം. നിനക്ക് വയസ്സ് എത്രയായി എന്നാ വിചാരം? ഇത്രയും നാൾ പറഞ്ഞത് ജോലി കിട്ടട്ടെ എന്നായിരുന്നു. ഇപ്പോൾ ജോലി കിട്ടിയിട്ട് വർഷം 1 ആയി. ഇനിയും അതങ്ങോട്ട് വെച്ച് താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനം അറിയണം. അമ്മ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കാതെ. ഞാനതിന് മൂക്കിൽ പല്ല് വന്ന് നിൽക്കുന്നൊന്നും അല്ലല്ലോ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിനക്ക് വയസ്സ് 27 സെറ്റിൽഡ് ആവാനുള്ള സമയമായി. അതോ ഇനി ഞാൻ അറിയാത്ത എന്തെങ്കിലും? അമ്മ ഒന്ന് പോയേ വെറുതെ. രാജേഷ് റൂമിലേക്ക് വലിഞ്ഞു. വൈകുന്നേരം ജോലി കഴിഞ്ഞു വരുമ്പോഴേക്കും അമ്മാവനും പുഷ്പയും വീട്ടിലെത്തിയിട്ടുണ്ട്. ഗേറ്റ് കടന്നകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവൻ്റെ മനസ്സും അടുത്തു. രാജേഷിൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ പുഷ്പ ഉമ്മറത്തെത്തിയിട്ടുണ്ട്. അവനവളെ നിരുത്സാഹപ്പെടുത്താതെ ചിരിച്ചുകൊണ്ട് തന്നെ വണ്ടിയിൽ നിന്നും ഇറങ്ങി. ഇന്നെന്താ കണ്ണേട്ടാ ലേറ്റായത്? അതോ എന്ന് ഈ സമയത്താണോ വരുന്നത്? വരുന്ന വഴിയിൽ ഞാൻ ലൈബ്രറിയിലൊന്ന് കയറി. നിങ്ങളെപ്പോൾ വന്നു? ഞാൻ ഉച്ചയ്ക്ക് 3:30 വീട്ടിലെത്തി. ഞങ്ങൾ ഉച്ചയ്ക്ക് 3:30 ബസ്സിലെത്തി. അകത്തേക്ക് കയറുമ്പോൾ കണ്ടു സോഫയിലിരിക്കുന്ന അമ്മാവനെയും അമ്മയെയും. അമ്മാവൻ ഇരിക്കെ, ഞാൻ ഫ്രഷായിട്ട് വരാം പറഞ്ഞുകൊണ്ട് രാജേഷ് അകത്തേക്ക് കയറിപ്പോയി. അവനുള്ള ചായ എടുക്കാനായി പുഷ്പ അടുക്കളയിലേക്കും. രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അമ്മാവൻ വരവിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് രാജേഷിനോട് സംസാരിച്ചു. ഞങ്ങൾ വന്നതെന്തിനാണെന്ന് നിനക്കറിയാമല്ലോ കണ്ണ. ഇവൾക്കിപ്പോൾ 24 കഴിഞ്ഞു. ഇനിയും ഈ വിവാഹം വെച്ച് നീട്ടിക്കൊണ്ടു പോകേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അമ്മാവൻ എന്താ ഈ പറയുന്നത്? ഞാൻ പുഷ്പയെ ഒരിക്കലും എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കണ്ടിട്ടില്ല. അത് ഞാൻ പല ആവർത്തി അമ്മയോടും അവളോടും പറഞ്ഞിട്ടുള്ളതാണ്. രാജേഷിൻ്റെ ആ സംസാരം കേട്ടപ്പോൾ അമ്മാവൻ അമ്മയെയും പുഷ്പയെയും നോക്കി. അമ്മാവൻ അമ്മയെ നോക്കണ്ട, ഞാൻ പറഞ്ഞത് തന്നെയാണ്. അമ്മാവൻ അമ്മയെ നോക്കണ്ട, ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായത് എൻ്റെ തെറ്റല്ല. എനിക്ക് അവളെ മറ്റൊരു രീതിയിൽ കാണാൻ കഴിയില്ല. പുഷ്പയ്ക്ക് വായിൽ വെച്ച ആഹാരം തൊണ്ടയിൽ നിന്നും ഇറങ്ങാത്തതുപോലെ തോന്നി. കണ്ണ് മാത്രം നിറഞ്ഞു തൂവിക്കൊണ്ടിരുന്നു. തന്നോടൊരിക്കൽ കണ്ണേട്ടൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും മനസ്സിലൊരു പ്രതീക്ഷയുണ്ടാകും. അവളുടെ സങ്കടം കണ്ടപ്പോൾ രാജേഷിനും വിഷമമായി. ഞാനിത് പുഷ്പയോട് പോലും പറഞ്ഞിട്ടുള്ളതാണ്. അമ്മാവൻ മാത്രമായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ അറിയാത്തത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അമ്മാവൻ ഇനിയും ഇക്കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത് പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് അകത്തേക്ക് പോകുമ്പോൾ 3 പേരും സംസാരിക്കാൻ പോലും മറന്ന് അവിടെ ഇരുന്നു. രാവിലെ രാജേഷ് ഉണർന്നു വരുന്നതിന് മുമ്പ് തന്നെ അമ്മാവനും പുഷ്പയും പോയി. അതിൻ്റെ ഗൗരവം ആവോളം അമ്മയുടെ മുഖത്തുണ്ടായിരുന്നു. കഴിക്കാനിരിക്കുമ്പോഴും അമ്മയുടെ സ്വഭാവം തെളിയാതെ വന്നപ്പോൾ
ഞാനൊരു വിവാഹം കഴിച്ച് കാണാത്തതിലാണോ അമ്മയുടെ സങ്കടം, അതോ പുഷ്പയെ ഞാൻ വിവാഹം കഴിക്കാത്തതാണോ? എന്താ അമ്മയുടെ വിഷമം, അതാദ്യം പറയൂ. പുഷ്പയെ മറ്റൊരു രീതിയിൽ ഞാൻ കണ്ടിട്ടില്ലെന്ന് അമ്മയ്ക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും നീ ആരെ വിവാഹം കഴിക്കണം വേണ്ട എന്നുള്ളത് നിന്റെ കാര്യമാണ് കണ്ണ. പക്ഷെ നീ ഒരു പെണ്ണുകെട്ടി കുടുംബമായി താമസിക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അത്രയല്ലേ ഉള്ളൂ. അമ്മയുടെ ആഗ്രഹം എന്തായാലും ഈ കണ്ണൻ നടത്തിത്തരും. നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പ്രത്യേക താല്പര്യമോ മറ്റോ ഉണ്ടെങ്കിൽ കണ്ണ. അവൻ്റെ മുഖത്തെ തെളിച്ചം കണ്ടുകൊണ്ട് അമ്മ ചോദിച്ചു. അതിന് രാജേഷ് ഒന്ന് ചിരിച്ചതല്ലാതെ മറുപടി പറഞ്ഞില്ല. പതിവില്ലാതെ ബേക്കറിയിലേക്ക് കയറി വരുന്ന ടീച്ചറമ്മയെ കണ്ടപ്പോൾ ഉണ്ണിയുടെ മുഖം വിടർന്നു. ആഹാ, എന്താ ടീച്ചറെ, പതിവില്ലാത്തതാണല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ണിയെ ഒന്ന് കാണണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറച്ചായി. മോളെ ഇപ്പോൾ അങ്ങോട്ടൊന്നും കാണാനില്ല. അവളിപ്പോൾ ഡിഗ്രി ചെയ്യുവല്ലേ ടീച്ചറെ. വൈകുന്നേരം കോളേജിൽ നിന്ന് എത്തുമ്പോൾ വൈകും, അതാണ് അങ്ങോട്ടൊന്നും തീരെ കാണാത്തത്. രണ്ടുപേരും കൂടി സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അടുത്ത കടയിലെ ആയിഷുമ്മ ഉണ്ണിയെ തിരക്കി വന്നത്. ഞാൻ പറഞ്ഞ കാര്യം എന്തായി ഉണ്ണി, നിങ്ങൾ ആലോചിച്ചോ? വന്ന പാടെ ആയിഷുമ്മയുടെ ചോദ്യം അതായിരുന്നു. എൻ്റെ ആയിഷുമ്മ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, അവൾ പഠിക്കുകയാണ്. അതുപോലെ തന്നെ വിവാഹപ്രായമൊന്നും ആയിട്ടില്ല. എൻ്റെ ഉണ്ണി, അത് നിനക്ക് വെറുതെ തോന്നുന്നതാണ്. കൊച്ചിന് വയസ്സ് 10-21 പോരാത്തതിന് അതിനെ കണ്ടാൽ കുറച്ചുകൂടിയൊക്കെ പ്രായം തോന്നിക്കും. ഇതൊരു നല്ല ആലോചനയാണ്, അതല്ലേ ഞാൻ പറഞ്ഞത്. ആലോചനയോ? ആർക്ക്? ടീച്ചറമ്മ ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കി. ഇവിടെ സഹകരണ ബാങ്കിൽ പുതുതായി മാറി വന്ന പയ്യൻ ഇടയ്ക്ക് മോളെ ബേക്കറിയിൽ വെച്ച് കണ്ട് ആയിഷുമ്മയോട് തിരക്കി. അന്ന് മുതൽ തുടങ്ങിയതാണ് ആയിഷുമ്മയുടെ ബ്രോക്കർ പണി. നീ എന്തായാലും വീട്ടിൽ പോയി കൊച്ചിനോട് ചോദിച്ചിട്ട് നല്ലൊരു തീരുമാനമെടുക്ക്. എനിക്ക് കടയിൽ ആൾ വന്നു. അവർ റോഡ് ക്രോസ് ചെയ്ത് കടയിലേക്ക് പോയി. അന്ന് വൈകുന്നേരം ഉണ്ണി കടയിൽ നിന്നും വന്ന വളരെ സന്തോഷത്തിലാണ്. പതിവില്ലാതെ അച്ഛൻ്റെ സന്തോഷം കണ്ട് രച്ചു കാര്യം തിരക്കി. നാളെ മോളെ കോളേജിൽ പോയിട്ട് ഉച്ചയ്ക്ക് ഇറങ്ങിക്കോ, അച്ഛൻ വന്ന് കൂട്ടാം. എന്താ അച്ഛ, എന്താ കാര്യം? അതൊക്കെ പറയാം. അച്ഛൻ്റെ മുഖത്തെ സന്തോഷത്തിൻ്റെ കാര്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും രച്ചുവിൻ്റെ മുഖത്തേക്കും ആ സന്തോഷം വ്യാപിച്ചു. അടുത്ത ദിവസം രാവിലെ ബേക്കറിയിൽ പോകാതെ താങ്ങി തൂങ്ങിയിരിക്കുന്ന ഉണ്ണിയുടെ മുന്നിൽ രച്ചു നിന്നു. അച്ഛൻ ഇന്ന് ബേക്കറിയിൽ പോകുന്നില്ലേ? ഇല്ല. മോള് വയ്ക്കോ, അച്ഛൻ അല്പം ജോലിയുണ്ട്. ഉച്ചയ്ക്ക് അച്ഛൻ കോളേജിൽ വിടുമ്പോൾ വരാം. കൃത്യം 1 മണിയായപ്പോൾ തന്നെ കോളേജ് ഗേറ്റിൽ ഉണ്ണി എത്തി. രച്ചുവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം ഉണ്ണി പുറത്തേക്ക് പോയി 4 മണിയോടുകൂടി തിരികെ വന്നു. കയ്യിലിരുന്ന പാക്കറ്റ് അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു. മോൾ ഇതൊക്കെ ഉടുത്തിട്ട് പെട്ടെന്നൊന്ന് റെഡിയാക്. ഇന്ന് മോളെ കാണുന്നതിന് ഒരു കൂട്ടർ വരും. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഇന്ന് എന്നെ കാണാൻ ആൾ വരുമെന്നോ? രച്ചുവിന് ഞെട്ടൽ മാറിയില്ല. അതൊക്കെ പറയാം, അവരിപ്പോൾ ഇങ്ങെത്തും. മോള് വേഗം പോയി റെഡിയാവ്. രച്ചു മനസ്സില്ലാ മനസ്സോടെ പാക്കറ്റുമായി അകത്തേക്ക് പോയി. ഒരു ധാവണി സെറ്റായിരുന്നു അത്. അവൾ വേഗം അത് ഉടുത്തു. ഒരുങ്ങുമ്പോഴൊക്കെ അവളുടെ മനസ്സിൽ വലിയ സങ്കടമായിരുന്നു. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിച്ചറിയുമായിരുന്നു. ഇപ്പോൾ അച്ഛനോടൊന്നും പറയാൻ വയ്യാത്ത അവസ്ഥയായി. അവൾക്ക് സങ്കടം വന്നു. കരഞ്ഞു പോകുമെന്നായപ്പോൾ പുറത്തേതോ വാഹനത്തിൻ്റെ ഒച്ച കേട്ടു. മോളെ, അവർ എത്തി. അച്ഛൻ ചായ പകർന്നു വെച്ചിട്ടുണ്ട്, അതും എടുത്തുകൊണ്ട് പുറത്തേക്ക് വരണേ. എന്നാൽ അവളത് കേട്ടില്ല. ഓരോ ആലോചനയിലായിരുന്നു രച്ചു. അപ്പോൾ പുറത്ത് ആരുടെയൊക്കെയോ സംസാരം കേൾക്കുന്നുണ്ട്. പക്ഷെ അവൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. രച്ചു, അച്ഛൻ വിളിച്ചപ്പോൾ അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി. മോള, ചായയുമായി ഉമ്മറത്തേക്ക് വാ. അച്ഛൻ പറയുമ്പോൾ അതുപോലെ കേട്ടുകൊണ്ട് അടുക്കളയിലേക്ക് പോയി പകർന്നു വെച്ചിരുന്ന ചായയെടുത്ത് വരാന്തയിലേക്ക് വന്നു. മുഖം കുനിച്ചു വരുന്നവളെ വന്നിരിക്കുന്ന അതിഥികളും അച്ഛനും ഒരുപോലെ നോക്കി ചിരിച്ചു. എന്നാൽ അവൾ മുഖമുയർത്തി നോക്കിയതേയില്ല. അല്പസമയം അവിടെ നിന്ന് ആരും ഒന്നും മിണ്ടിയില്ല. മോളിനി നിന്ന് ബുദ്ധിമുട്ടണ്ട, പൊയ്ക്കോ. വീണ്ടും അച്ഛൻ്റെ ശബ്ദമുയർന്നു കേട്ടപ്പോൾ അവൾ അകത്തേക്ക് പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അച്ഛൻ റൂമിലേക്ക് വന്നു. ആ പയ്യന് മോളോട് എന്തൊക്കെയോ സംസാരിക്കണമെന്ന്. അത് പറഞ്ഞപ്പോൾ മാത്രം രച്ചു മുഖമുയർത്തി അച്ഛനെ നോക്കി. എനിക്കിപ്പോൾ ഈ വിവാഹം വേണ്ടച്ച, എനിക്ക് പഠിക്കണം, ഒരു ജോലി വാങ്ങണം. അതിനെന്താ, വിവാഹം കഴിഞ്ഞാലും പഠിക്കാമല്ലോ. അവരൊക്കെ നല്ല ആൾക്കാരാണ്, എൻ്റെ മോളെ പൊന്നുപോലെ നോക്കും. അച്ഛൻ്റെ ആ പറച്ചിലും കൂടി ആയപ്പോൾ രച്ചുവിന് പിന്നെ മറുപടി ഒന്നുമില്ലാതെയായി. അച്ഛൻ്റെ മുഖത്തെ ആ സന്തോഷത്തിൽ അവൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. അച്ഛൻ ആ പയ്യനോട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ, മോള് സംസാരിക്ക്. അത് പറഞ്ഞ് അച്ഛൻ പുറത്തേക്ക് പോയി. അല്പസമയം കൂടി കഴിഞ്ഞപ്പോൾ റൂമിൻ്റെ വാതിൽക്കൽ നിഴലനക്കം കണ്ടു. രച്ചു പിന്തിരിഞ്ഞു നിന്നു. മുഖമുയർത്തി നോക്കിയില്ല. എന്തുകൊണ്ടോ സങ്കടം വന്ന് കണ്ണു നിറഞ്ഞു. പെട്ടെന്ന് അവളെ പൊതിഞ്ഞുകൊണ്ട് ആ പെർഫ്യൂമിൻ്റെ ഗന്ധം മുറിയിലാകെ നിറഞ്ഞു നിന്നു. തനിക്ക് പരിചിതമായ ഗന്ധം. അവൾ ആഞ്ഞു ശ്വസിച്ചു. എങ്കിലും വന്നിരിക്കുന്ന ആളെ മുഖമുയർത്തി നോക്കിയില്ല. പിന്നിൽ നിൽക്കുന്നവൻ കണ്ടു മുന്നിൽ നിൽക്കുന്നവളുടെ സംഘർഷം നിറഞ്ഞ മുഖം. അവളൊന്ന് കണ്ണുയർത്തി നോക്കിയാൽ അലമാരയിൽ കൂടി കാണാം പിന്നിൽ നിൽക്കുന്നത് ആരാണെന്ന്. പക്ഷേ പെണ്ണ് മുഖവും കുനിച്ചാണ് നിൽപ്പ്.
ഒടുവിൽ രണ്ടും കൽപ്പിച്ചുകൊണ്ട്, എനിക്കിപ്പോൾ വിവാഹത്തിന് സമ്മതമല്ല, ഇനിയും പഠിക്കണം. ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ കഴിയുമോ? അച്ഛനോട് ഈ വിവാഹം ഇഷ്ടമല്ലെന്ന് പറയുമോ? വല്ലാതെ നേർത്തുപോയ ഒച്ചയിൽ അവൾ ചോദിക്കുമ്പോൾ, വിവാഹം കഴിഞ്ഞാലും പഠിക്കാമല്ലോ രചന, പിന്നെന്താ? അവൾ ആ ശബ്ദത്തിൻ്റെ ഉടമയെ തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് പിന്തിരിയുമ്പോൾ അവൻ്റെ നെഞ്ചിൽ മുട്ടി അവൾ നിന്നു. മുഖമുയർത്തി നോക്കിയില്ല, അത്രമേലടുത്ത്. രാജേഷ് അവളുടെ മുഖം വിരൽ തുമ്പിനാൽ ഉയർത്തി. എൻ്റെ മനസ്സ് നിറയെ നീയല്ലേ, പിന്നെ എങ്ങനെ ഞാൻ പറയും നിന്നെ ഇഷ്ടമല്ലെന്ന്? പറയണോ ഞാൻ ഇഷ്ടമല്ലെന്ന്? രാജേഷിൻ്റെ ശബ്ദം കാതുകളെ തുളച്ചു. പെണ്ണ് വിലങ്ങനെ തലകുലുക്കി. അതെന്താ, വിവാഹത്തിന് സമ്മതമാണോ? പിന്നെയും രാജേഷിൻ്റെ ഒച്ച. അതിനൊരു മൂളലായിരുന്നു രച്ചുവിൻ്റെ മറുപടി. എന്നെ ഇഷ്ടമാണോ രച്ചു? ചോദിക്കാതിരിക്കാൻ അവനെ കൊണ്ടായില്ല. അതിനവൾ മറുപടി പറഞ്ഞില്ല. പറ രച്ചു, എന്നെ ഇഷ്ടമാണോ? എത്ര ചോദിച്ചിട്ടും അവളുടെ ഭാഗത്തു നിന്നും മറുപടി ഉണ്ടായില്ല. എങ്കിൽ പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം രച്ചുവിന് വിവാഹത്തിന് താല്പര്യമില്ലെന്ന്. പറഞ്ഞുകൊണ്ട് പിന്തിരിയാൻ തുടങ്ങിയ രാജേഷിൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി അവൻ്റെ മുതുകിൽ മുഖം ചേർത്ത് പിടിച്ചു നിന്നു. ഒരു നിമിഷം അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ ഞെട്ടി നിന്നു. കണ്ണേട്ടൻ എന്നെ ഇഷ്ടമല്ലേ? അത്രയും നേർത്തുപോയ ഒച്ചയിൽ അവൾ ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലമർന്നു. എൻ്റെ ഹൃദയമിടിപ്പ് പോലും നിനക്ക് വേണ്ടിയാണ് പെണ്ണേ. എത്ര കാലമായി ഞാൻ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹമാണെന്നറിയാമോ? പറ രച്ചു, നിനക്കെന്നെ ഇഷ്ടമല്ലേ? എൻ്റെയാ, എൻ്റെ മാത്രമാ. പറഞ്ഞുകൊണ്ട് രച്ചു അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. കണ്ണേട്ടനും ടീച്ചറമ്മയും എൻ്റെ മാത്രമാണ്. അന്ന് പുഷ്പേച്ചി വന്ന് അധികാരം കാണിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു സങ്കടമായി എന്നറിയാമോ? പറയുമ്പോൾ പെണ്ണിൻ്റെ കണ്ണും ചുണ്ടും ഒരുപോലെ കൂർത്തു വന്നു. അവളുടെ മുഖത്തെ ആ ഭാവങ്ങളൊക്കെ കണ്ടപ്പോൾ രാജേഷിന് ചിരിയായിരുന്നു. എപ്പോഴാണ് എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്? രാജേഷിന് അതറിയാനായിരുന്നു ധൃതി. ഞാൻ അവിടെ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കണ്ണേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന്. അതെങ്ങനെ മനസ്സിലായി? ഒരിക്കൽ ഞാൻ വെറുതെ കണ്ണേട്ടൻ്റെ ഫോൺ അവിടെ ഇരുന്നപ്പോൾ എടുത്തു നോക്കി. അപ്പോൾ അതിലെൻ്റെ ഒത്തിരി ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തു എന്തിനാ എൻ്റെ ഫോട്ടോസ് എടുത്തതെന്ന്. പിന്നെ ഞാൻ കണ്ണേട്ടനെ ശ്രദ്ധിച്ചു തുടങ്ങി. കണ്ണേട്ടനെ ഞാൻ കാണാതെ എന്നെ ശ്രദ്ധിക്കുന്നത്. എന്നിട്ടെന്താ എന്നോട് ചോദിക്കാത്തത്? തോന്നിയില്ല. അച്ഛനോട് ഞാൻ പറയട്ടെ ഡേറ്റ് നോക്കാൻ? രച്ചുവിന് സമ്മതമാണെന്ന് പറയട്ടെ? വാ തുറന്ന് പറവണ്ണേ, ഇഷ്ടമാണ്. അതിന് മറുപടി കെട്ടിപ്പിടിച്ച് കവിളിലൊരു ചുംബനമായിരുന്നു. രാജേഷിൻ്റെ കണ്ണ് തള്ളിപ്പോയി. പെണ്ണിനെ വാരി പുണർന്ന് മതിവരാതെ മുഖമാകെ ചുംബിച്ചു. മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നേരം അവൻ അന്വേഷിച്ചു, എവിടെ പാദസരം? പെണ്ണ് കാല് മുന്നിലേക്ക് വലിച്ചു കാണിച്ചു കൊടുത്തു. അവൻ്റെ മുഖം ചുളിഞ്ഞു. ഇപ്പോൾ കിടക്കുന്നത് അവൻ്റെ മുഖം ചുളിഞ്ഞു. ഇപ്പോൾ കിടക്കുന്നത് നൂലുപോലെ ഒരെണ്ണമാണ്. ഇതല്ല, മറ്റേ പാദസരം. അതെവിടെ? അത് പൊട്ടിപ്പോയി. മാറ്റിയില്ലേ? ഇല്ല. അതെന്താ? അമ്മയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്നതാണത്. ഞാൻ മാറ്റി വാങ്ങില്ല. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇന്നാണ് രാജേഷിൻ്റെയും രചനയുടെയും വിവാഹം. നാടടച്ച് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് വിവാഹത്തിന്. ആ രണ്ട് കുടുംബത്തോടും നാട്ടുകാർക്ക് വല്ലാത്ത സ്നേഹവും ഇഷ്ടവുമാണ്. അതുകൊണ്ട് തന്നെ ഒരു കുറ്റവും കുറവും പറയാതെ എല്ലാവരും സന്തോഷത്തോടു കൂടി പങ്കെടുക്കും. രാത്രിയിൽ രച്ചുവിനെ അണിയിച്ചൊരുക്കി അമ്മ തന്നെയാണ് റൂമിലേക്ക് ആക്കിയത്. അവൾക്കാകെ പരിഭ്രമം തോന്നി. റൂമിൽ ചെല്ലുമ്പോൾ രാജേഷ് അവിടെയില്ല. അവൾ കയ്യിലെ പാൽ ഗ്ലാസ് ടേബിളിൻ്റെ മേലേക്ക് വെച്ച് കട്ടിലിൽ കയറിയിരുന്നു. കുറച്ചധികം സമയം കഴിഞ്ഞപ്പോൾ രാജേഷ് അകത്തേക്ക് വന്നു. ഉറങ്ങാറായോ രച്ചു? ഉറക്കം തഴുകുന്ന കണ്ണുകൾ ഉയർത്തി അവൾ അവനെ നോക്കി. ഞാനിപ്പോൾ വരാം, ഒന്ന് ഫ്രഷ് ആയിക്കോട്ടെ. പറഞ്ഞുകൊണ്ട് അവൻ ടവലെടുത്ത് വാഷ്റൂമിലേക്ക് പോയി. തിരികെ എത്തുമ്പോൾ പെണ്ണ് ഒരു വശത്തേക്ക് ചരിഞ്ഞ് കിടപ്പായി. അവന് ചിരി വന്നു. ഡോർ ലോക്കാക്കി അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ കാലിൽ ചുറ്റി പിണഞ്ഞു കിടക്കുന്ന സ്വർണ്ണ പാദസരം അഴിച്ചു മാറ്റി ഭദ്രമായ അലമാരയിൽ വച്ചു. പകരം കയ്യിലിരുന്ന വെള്ളി പാദസരം കാലിൽ അണിയിച്ചുകൊണ്ട് പെണ്ണിനെയും ചേർത്ത് പിടിച്ച് ഉറങ്ങി. രാവിലെ പതിവ് പോലെ അലാറം കേട്ട് രാജേഷ് ഉണർന്നു. അപ്പോൾ രച്ചു അവൻ്റെ മാറിൽ മുഖം ചേർത്ത് കിടപ്പാണ്. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി നെറ്റിയിലെ സിന്ദൂരവും കഴുത്തിലെ താലിമാലയും നോക്കി. തൻ്റെ പ്രണയം പെണ്ണിൻ്റെ കവിളിൽ അമർത്തി ഉമ്മ വച്ചു. അവളൊന്ന് ഞരങ്ങി. അവനിൽ നിന്നും അകന്നു മാറി. പെട്ടെന്നാണ് പാദസരത്തിൻ്റെ കിലുക്കം കേട്ടത്. ഇതിങ്ങനെ കാലിൽ പറ്റിക്കിടക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്ന് രച്ചു. എനിക്കിതാണ് ഇഷ്ടം, നിൻ്റെ ഈ പാദസുരം. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ കൂട്ടുകാരെ.